അപ്പോൾ ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ പണ്ടൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊന്നും അറിയത്തില്ല. നമ്മുടെ പിള്ളേരൊന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ മോൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കാരണം ചട്ടിയിൽ ചോറ്, അതായത് തലേ ദിവസത്തെ കറി വെച്ച ആ ചട്ടിയിലിട്ട് ഇങ്ങനെ ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എൻ്റെ മോൾ അവൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്തോ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്നോടിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കി തരാൻ പറഞ്ഞു, ഓരോ ഉരുളയാക്കി ഇളക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആസ്വദിച്ച് കഴിക്കുവാണ്. പിന്നെന്ന് വെച്ചാൽ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അവർക്ക് ഈ ഫുഡൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ അവരുടെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരുന്നു. നാട്ടിൻപുറത്തും ഗ്രാമപ്രദേശത്തും ഒക്കെ ഉള്ള ആൾക്കാരുടെ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ ആയിരുന്നു. അപ്പം വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇങ്ങനെയുള്ള ഫുഡൊക്കെ മിസ് ചെയ്യുന്നു നിങ്ങൾക്ക് കഴിക്കാൻ. കാരണം ഇപ്പോൾ ഏറ്റവും തണുപ്പുള്ളൊരു ഫുഡാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ അന്ന് വെച്ച ചോറാണ് എടുക്കുന്നത്. കാരണം ചില ആൾക്കാർ എടുക്കുന്നതെന്ന് വെച്ചാൽ തലേന്നത്തെ റൈസ് വെച്ചിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ ഏറ്റവും ബോഡിക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാൻ പറ്റുന്നൊരു ഫുഡും കൂടെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ മോളാണെങ്കിൽ നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം അവർ ഫസ്റ്റ് ടൈമാണ്, അവർക്ക് ആദ്യമായിട്ടാണ് ചട്ടിയിലിട്ട് ഇങ്ങനെ കഴിക്കുന്നത്. അതായത് തലേന്നത്തെ കറി വെച്ചിട്ട് ആദ്യമായിട്ട് ചട്ടിയിലിട്ട് കഴിക്കുന്നത് അവൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം കഴിയാറായി. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ തീർത്തിട്ടുണ്ട്. ബൈ ഗായ്സ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.